നമ്മൾ റെഡി ആയിട്ട് പുറത്തു പോകാൻ വേണ്ടി പോന്നതാണ്. സുന്ദരി കുട്ടികളായില്ലേ? വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഏട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിന്. എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റേ എല്ലാം ചെയ്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം ഇൻഡോറായിട്ട് കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്ത് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഷാർജ വൈൽഡ് ലൈഫ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന്. അപ്പം ഏകദേശം ഒരു രാവിലെയും ഉച്ചയെല്ലാകുമ്പോഴത്തേക്ക് പോകുമ്പോൾ നല്ലൊരു കംഫർട്ടായ ഒരു ടൈം, അത്ര റഷൊന്നും ഇല്ലാത്തത്. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 11:30 ആയിന്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് ചൂടിനൊരു കുറവുണ്ട്. പക്ഷേങ്കിൽ അത് വൈകുന്നേരം മാത്രമാണ്. ഉച്ചക്കൽ നല്ല ചൂടാണ്, നല്ല ചുട്ടു പൊള്ളുന്ന വെയിലാണ്. അങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെത്തി. ഗൈസ്, ഇതാണ് വൈബ് തന്ത. ഈ ഡെസേർട്ട് പാർക്കിൻ്റെ അകത്ത് കിഡ്സ് ഫാം, ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് പോയത് ഈ വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ്. ഇതാണ് അറേബ്യൻ പാമ്പ്. നമ്മൾ മറ്റേ സിനിമയിൽ കണ്ടിട്ടില്ലേ, ഏത് ആട് ജീവിതത്തിൽ കണ്ട പാമ്പാണ് ഇത്. പേടിയില്ല. കുട്ടികൾക്ക് ഇതിനകത്ത് ഫ്രീ എൻട്രി ആണ്. വലിയവർക്ക് 20 dirhams ആണ് ഇതിന്റെ ചാർജ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെറുതും വലുതുമായ ഒരുപാട് മൃഗങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരുപാട് പല വിധത്തിലുള്ള സ്നേക്സിനെയാണ്. നമ്മൾ ഈ ദുബായിൽ ഇത്രയും ചൂടുള്ള സമയത്ത് നമുക്ക് AC തന്നെ ഇരുന്നിട്ട് ഇതിനെല്ലാം നമുക്ക് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. വെള്ളത്തിൽ മീനുണ്ടാ? മീനുണ്ടാ? വാവ്, മീനുണ്ട്. നോക്കട്ടെ. തൊടണ്ട തൊടണ്ട. നമുക്ക് ഇതിൻ്റെ അകത്തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട്. നമുക്കിങ്ങനെ മൃഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഫുഡെല്ലാം കഴിക്കാം. നല്ലൊരു ഏരിയ ആണ്. ഒരുപാട് മറ്റേ വലിയ കൊമ്പുള്ള മാനും ആടില്ലേ, അങ്ങനത്തെ ആടും അതെല്ലാം ഉണ്ടായിന്. അപ്പം നമ്മൾ ലൈറ്റായിട്ട് പോപ്കോണും ജ്യൂസും ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ പിള്ളേർക്ക് അങ്ങനെ മേടിച്ചു കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് കഴിച്ച്.
നീരേശിന് ഇഷ്ടായി തോന്നുന്നു. അത് ഉറങ്ങുമ്പോ കൂർക്കൾ വലിക്കുന്നതാണ്. ഇന്നലെ കുമ്പ് എങ്ങനെയാവും? അങ്ങനെ ഗൈസ് വൈൽഡ് ലൈഫ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിൽഡ്രൻസ് ഫാമിലേക്കാണ് വന്നത്. ഇതൊരു ചെറിയ സ്പേസ് ആണെങ്കിലും അതിൽ എല്ലാ ആനിമൽസും ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല ക്യൂട്ടായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ ഈ 2 സ്ഥലത്ത് മാത്രമേ കയറിയിട്ടുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ നേരെ പോയത് ഒരു സുനീസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പം ലേറ്റ് ആയതുകൊണ്ട് ഏകദേശം എല്ലാം തീർന്നിന്. ഭാഗ്യം കൊണ്ട് ബിരിയാണിയും നെയ്ച്ചോറും ചിക്കനും പിന്നെ കൂന്തൽ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല കിടിലൻ ഫുഡേനു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് സെറ്റായതിനു ശേഷം നമ്മൾ നേരെ പോയത് റമീസ് മാളിലേക്കാണ്. പിള്ളേരെ കുറച്ച് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലേ ഏരിയയിലേക്ക്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മളും കൂടെ നല്ലോണം എൻജോയ് ചെയ്തിന്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെ പോലെ തന്നെ നമ്മൾ അടിപൊളി എൻജോയ് ചെയ്തിന്. നമ്മൾ ഓരോ റൈഡിലെല്ലാം കയറി കളിച്ചിട്ടുണ്ടേനും. വെറുതെ ഇട്ട് ആടെ കുടുങ്ങിയില്ലേ? വേഗം സ്പീഡാക്കി. അടിപൊളി, സൂപ്പർ. കുറച്ച് പൊന്തിച്ചിടി ഞാൻ പറയുന്നില്ല. അങ്ങനെ പ്ലേ ഏരിയയിൽ നിന്നല്ലേ ഒരുപാട് സമയം നമ്മൾ കളിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടായിന്. അങ്ങനെ നൈനൂസിന് ഒരു വണ്ടിയിൽ വാങ്ങിച്ചിട്ടുണ്ടായിന്. ഇങ്ങനെ ചവിട്ടിക്കൊണ്ടുവന്നൊരു വണ്ടിയുണ്ട്. അങ്ങനെ അതെല്ലാം മേടിച്ച് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഡ്രാഗൺ മാർട്ടിലാണ്. നമ്മൾ പോകുമ്പോൾ നോക്കി വെച്ചതാണ്, വരുമ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞാൽ നിവർന്ന് കിടക്കുന്നതാണ്. ഇത് ഒരു 2-3 മണിക്കൂറിനുള്ളിലൊന്നും കണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് പിന്നെ 2-3 സാധനം കൂടെ ആയിരുന്നു മേടിക്കാനുണ്ടായിന്. അപ്പം
കുറച്ച് ഏരിയയിൽ മാത്രമേ നമുക്ക് പോകാനും പറ്റിയിട്ടുള്ളൂ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സായാലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ബാഗും പിന്നെ കുട്ടികളുടെ ഡ്രസ്സും എല്ലാത്തിനും നല്ല പ്രൈസ് കുറവും ഉണ്ട്, പ്രൈസ് കൂടുതലുള്ളതും ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാം ഷോപ്പും എല്ലാം കണ്ട് നമുക്ക് ആവശ്യമായ സാധനം എല്ലാം മേടിച്ച് പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിന്. കുറച്ച് സമയം വണ്ടിയിൽ നിന്ന് ഉറങ്ങി. പിന്നെ ഓരോ സ്ഥലം എത്തുമ്പോൾ മീൻസ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, പ്ലേ ഏരിയയിൽ പോകുന്ന ആനിമൽസിനെല്ലാം കാണുന്നത്. അങ്ങനെ അവർ നല്ലോണം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഡേ ഫുൾ അടിച്ച് പൊളിക്കുകയും ചെയ്ത് മൊത്തം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തിന്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ബ്ലോക്കെല്ലാം തുടങ്ങുന്ന സമയം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇനി ഇവിടുന്ന് വേണം നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോയ ഏട്ടൻ ഇവിടെ വില്ലയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് നമ്മളെ നേരെ റൂമിലേക്ക് കൊണ്ടാക്കി തന്നെ. അപ്പോൾ അത്രയെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക.